ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ചാടി ചാടി നടന്നു പോകുന്നത് അമ്പലത്തേക്ക് പോകാനായിട്ട് ബസ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വേറൊരാൾ പിന്നാലെ ഓടി വരുന്നുണ്ട് ക്യാമറയൊക്കെ ഓടിച്ചിട്ട്. അപ്പോൾ നമുക്ക് കുറേ ദൂരം നടന്നു പോകണമായിരുന്നു ബസ് പിടിക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് എങ്ങാണ്ട് ബസ് വരാനായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് വേഗം വേഗം നടന്നു പോവാണ്. ഞാൻ കുട്ടീനെ എടുത്തിട്ട് ബാക്കിൽ വേഗം ഓടി വരികയാണ്. കാരണം ഇവന് കുട്ടീനെ എടുത്തിട്ട് എൻ്റെ അത്ര സ്പീഡിൽ നടക്കാനായിട്ട് പറ്റുന്നില്ല. നേരത്തെ പറഞ്ഞല്ലേടി അവിടെ ഇത്തിരി നേരത്തെ ഇറങ്ങുന്നു. ഞങ്ങൾക്ക് പെണ്ണുങ്ങൾ ഇങ്ങനെയുണ്ട്, ഒരു കാര്യത്തിന് ഇറങ്ങിയ ഇനി. അപ്പം നമ്മളവിടെ കറക്റ്റ് എത്തിയതും ബസ് വന്നു. പക്ഷെ പിന്നീടാണ് ഞങ്ങൾക്ക് ചതി മനസ്സിലായത്. ഞങ്ങൾ വന്നതിന് ശേഷം ബസ് വന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടായിരുന്നു ബസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അത്രയും ഓടിയതും ഞാൻ കുറേ ചീത്ത കേട്ടൊക്കെ വേസ്റ്റായി. എന്നിട്ട് ബസ്സിൽ കയറിയിട്ടുള്ള ചേഷ്ടകളാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ബസ് ഇങ്ങനെ കുടുകുടു 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 പറഞ്ഞിട്ട് മെല്ലെയാണ് പോകുന്നത്. അമ്പലത്തേക്ക് പോകുന്ന സമയം 11 മണിയാണ് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് 10:50 ബസ്സുള്ളൂ. അപ്പം ഞാനും ഉണ്ണിയും ആദ്യം വേറൊരു സീറ്റിലൊക്കെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അവളിങ്ങനെ നോക്കാണ് എന്താ കാട്ടുന്നേന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ പോയിട്ട് ഇറങ്ങുന്നത് അത്തിപ്പറ്റ പാലത്തിൻ്റെ അവിടെയാണ്. അതുവരെ ബസ്സുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി നെക്സ്റ്റ് ബസ്സിൽ കയറി പോകണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞുണ്ണിക്ക് ഓട്ടോയിൽ പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ദേഷ്യത്തിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ കുഞ്ഞുണ്ണിയുണ്ട്, ഉണ്ണീനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി യാത്ര ആരംഭിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഓട്ടോയിലിരുന്നിട്ടുള്ള ഓരോ ഗോഷ്ഠികളാണ് നിങ്ങൾ കാണുന്നത്. നമ്മളെല്ലാവരും അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അമ്മ ഒരു ഹായൊക്കെ തരുന്നുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്തോ നാണായിട്ട് ഇങ്ങനെ എന്തോ അങ്ങനെ നാണായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും ചെറുതായിട്ട് ചിരിയൊക്കെ വന്നു. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ അമ്പലത്തേക്ക് പോവാണ്. നടയടയ്ക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. നല്ല തിരക്കായിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ. ഇവിടെ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും വരുന്നൊരു അമ്പലമാണ്. മാങ്ങോട്ടാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ തുടക്കത്തിലൊക്കെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ട് പിന്നെ നല്ല തിരക്കുമായിരുന്നു. നമ്മൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് മസാല ദോശ കിട്ടുന്ന കട അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതൊന്നും കിട്ടാതെ തിരിച്ച് നമ്മൾ വന്ന് ചെരുപ്പിട്ടിട്ട് വീണ്ടും നമ്മൾ അപ്പോൾ ബസ് കയറാൻ പോകാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരികയാണ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ച അമ്പലത്തിൽ അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിരക്കായിരുന്നു. അവർ നേരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ണി ചെറുപ്പത്ത് പഠിച്ച സ്കൂൾ കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മ നമ്മളെ കൊണ്ടുപോവാണ്. കുഞ്ഞുണ്ണിയുടെ ശരിക്കുള്ള വീട് അവർ പണ്ട് താമസിച്ചിരുന്നത് അത്തിപ്പറ്റ ഭാഗത്തായിട്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ചെറിയ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ അതിൻ്റെ നൊസ്റ്റാൾജി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ കാണാൻ വേണ്ടിയിട്ട് പോവുക. ഞാൻ പഠിച്ച സ്കൂൾ നമുക്ക് പറയാനുള്ളത് വല്ല മാറ്റമുണ്ട്. രക്ഷപ്പെടുമ്പോൾ ചേർത്തി. പക്ഷേ പഠിച്ച സ്കൂള് ഒന്നിനും ഇവിടെ പഠിപ്പിക്കണ അങ്ങനെ കുഞ്ഞുണ്ണിയുടെ നുസ്റ്റ് അടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. പോയിട്ട് ഇനി അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ദോശ കിട്ടുന്ന കട തപ്പി പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഓഞ്ഞ പോലെ ഇരിക്കണേ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. പക്ഷേ ഞങ്ങൾ പോയി ചോദിക്കുന്ന ഹോട്ടലുകളിലൊന്നും മസാല ദോശയില്ല. അങ്ങനെ ഇപ്പോൾ വെയിലൊക്കെ ആയതുകൊണ്ട് കൊടയൊക്കെ നിവർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്
നീയോ? നിനക്ക് ഒരു നല്ല പണി അപ്പോൾ കുഞ്ഞുണ്ണി ഞാനും അമ്മയും എന്താ പ്രാർത്ഥിച്ചതെന്നൊക്കെ കാര്യമായിട്ട് ചോദിച്ചിട്ട് അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പം അമ്മ പറയുന്നുണ്ട് നീ നിൻ്റെ കെട്ടിയവന് വേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചതെന്ന്. ശരിക്കും അങ്ങനെയല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാലും എസ്പെഷ്യലി എൻ്റെ കെട്ടിയവന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ സൈഡിൽ കുറച്ചിങ്ങനെ ബൊമ്മക്കുട്ടികളിനൊക്കെ വെക്കുന്നൊരു ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ണിക്കൊരു ബൊമ്മക്കുട്ടീനെ വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ വെറുതെ ആവശ്യമില്ലാതെ കുറേ ബൊമ്മക്കുട്ടീനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തൊക്കെ നോക്കി. കുറേ ആനക്കുട്ടിയും അതേപോലെ തന്നെ കോഴിക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആനക്കുട്ടീനെയൊക്കെ എടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ആനക്കുട്ടീനെയാണ് വേണ്ടേ, കോഴിക്കുട്ടീനെ വേണോ ആനക്കുട്ടീനെ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഇപ്പോൾ. അവൾ ആനക്കുട്ടീനെ മുഖത്തൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നല്ല ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ചത് അവളുടെ കയ്യിലിരിക്കുന്ന ആനക്കുട്ടീനാണ്. അപ്പോഴേക്കും അമ്മയുടെ പണ്ടത്തെ അയൽവാസിനെ കണ്ട് അവരായിട്ട് പിന്നെ ലോകവിശേഷങ്ങളും നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കത് കേട്ടിട്ട് വെയിലത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. എങ്ങോട്ടെങ്കിലൊക്കെ വേഗം ഒന്ന് പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ഫുഡ് തരുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ സംസാരിച്ചും തീരുന്നില്ല. ലാസ്റ്റ് എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അമ്മ ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവിടെ നെക്സ്റ്റ് അടിച്ചു. അങ്ങനെ തിരഞ്ഞിട്ട് മസാല ദോശ കിട്ടാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ദോശ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളൊരു ഞാൻ നെയ് റോസ്റ്റാണ് ഓർഡർ ചെയ്ത്. കുഞ്ഞുണ്ണി ദോശ വാങ്ങി, അമ്മയും ദോശ. പക്ഷെ അമ്മേനെ കഴിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റിയില്ല. ഞാനും കുഞ്ഞുണ്ണിയും കഴിക്കാമെന്ന് പറഞ്ഞു. നെയ് റോസ്റ്റ് ഒന്നും അതിന് പറയാൻ പറ്റില്ല. സാധാ ദോശയ്ക്ക് ഇതിലും ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യാത്തതുകൊണ്ട് ഞാനും അവനും മരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദോശ. ഞങ്ങൾ വീണ്ടും ദോശയൊക്കെ കഴിച്ചു, കുറ്റം പറഞ്ഞാലും. പക്ഷെ അത് വിശന്നിട്ട് വയ്യായിരുന്നു. ഇനി കുറച്ച് നേരം കൂടി ഇരുന്നാണെങ്കിൽ തലകറങ്ങി വീണിട്ടുണ്ടാവും, അത്രയും വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ ദോശയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ ഉണ്ണീനെ എടുത്തിട്ട് അമ്മ ദോശ കഴിക്കാനായിട്ട് തുടങ്ങി. അമ്മ എപ്പോഴും പാവാട്ടോ, നമുക്ക് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ വീട്ടിലാണെങ്കിലും അമ്മ ഉണ്ണീനെ എടുത്തിട്ട് നമ്മൾ കഴിച്ചതിന് ശേഷമാണ് അമ്മ കഴിക്കാറുള്ളൂ. അങ്ങനെ അമ്മയോട് ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അമ്മയുടെ ഒരു ദോശയൊക്കെ അവൾക്ക് ഇത്തിരി വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയത് എൻ്റെ അച്ഛനെ കാണാൻ ചുങ്കത്തിക്കാണ്. എൻ്റെ അച്ഛൻ വന്നിട്ട് നമ്മളവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛൻ ഉണ്ണീനെ കണ്ടിട്ട് കുറേ ആയി. അച്ഛനാണെങ്കിൽ ഒറ്റയ്ക്കൊക്കെ ഇത്രയും ദൂരം വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോ നമ്മൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വീട്ടിലേക്കല്ല ചുങ്കത്തിക്ക് പോയിട്ട് അച്ഛനും മോളും തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെയായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് അതേ ഓട്ടോയിൽ തന്നെ തിരിച്ച് കുറച്ച് നേരമാണ് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഓട്ടോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഓരോ കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇറങ്ങുക, അതേപോലെ തന്നെ ഓരോന്നൊക്കെ കാണിച്ചപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ആനക്കുട്ടീനെയൊക്കെ ജസ്റ്റ് അവളുടെ മേത്തൊക്കെ ഇങ്ങനെ ആക്കി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവളായിട്ട്. അങ്ങനെ നമ്മൾ വീടെത്താറായി. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.